ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉരുളങ്കിഴങ്ങും ചിക്കനും ക്യാരറ്റും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വലിയ ഉരുളങ്കിഴങ്ങ് എടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളങ്കിഴങ്ങും ക്യാരറ്റും ഇതിന്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും മല്ലിയില കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഴിമുട്ട ഒഴിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളി എടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്ത് തീ ഒന്ന് ഓഫ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളങ്കിഴങ്ങിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കയ്യിൻ്റെ അടിഭാഗത്തൊന്ന് പരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നാലും മറിച്ചിട്ടെടുക്കാം. ഇതിന്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളി വിതറി കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബട്ടർ പേപ്പറിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മയോണീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചെടുത്തിട്ട് അടക്കിയെടുക്കാം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളങ്കിഴങ്ങും ക്യാരറ്റും ചിക്കനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.